വാലിബലിന്റെ ആസ്പെക്ട് റേഷ്യോനെ പറ്റി പറഞ്ഞു, അതുപോലെ തന്നെ പ്രമേയത്തിന്റെ ആസ്പെക്ട് റേഷ്യോനെ പറ്റി പറഞ്ഞു. രണ്ടിലും കോമൺ ആയിട്ടുള്ള വേറെ റേഷ്യോ പറയുകയാണെങ്കിൽ ഡിസൈൻ വൈസ് അല്ലെങ്കിൽ ഒരു കോമ്പോസിഷൻ വൈസ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഗോൾഡൻ റേഷ്യോ ചെയ്തിട്ടുള്ള എനിക്ക് ചില സ്ഥലങ്ങളിൽ ഫീൽ ആയിട്ടുണ്ട്. ഡിസൈനേഴ്സ് പെർസ്പെക്റ്റീവിൽ എങ്ങനെ പടം ആൾക്കാർ ഒരു ഡിസൈൻ അല്ല ആർട്ടിസ്റ്റിക് മൈൻഡുള്ള ആൾക്കാരിലേക്ക് എങ്ങനെ കറക്റ്റായി കണക്ട് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഗോൾഡൻ റേഷ്യോ യൂസ് ചെയ്തിട്ട് എത്രത്തോളം സീന് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കി എന്നുള്ളതിനെ പറ്റി എന്താ പറയാ? വാലിബലില് വാലിബലിന് എനിക്ക് ഫീൽ ആയത് ലൈക്ക് ഗോൾഡ് റേഷ്യോ നമ്മളിപ്പോ കാണുന്ന ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. ഒറ്റയടിക്ക് നമുക്കൊരു സാധനം ഓക്കെ ഇതാണ് സാധനം എന്നുള്ളത് മനസ്സിലായി, ആ സാധനം ഫൈൻഡ് ചെയ്ത് ഓക്കെ ഇതാണ് നമ്മൾ കാണേണ്ടത്, അല്ലെങ്കിൽ ഇവിടെയാണ് അറ്റൻഷൻ പോവുക, ഇവിടെ ആയിരിക്കും വർക്ക് ആവുക, ആ സാധനം കണ്ടെത്തലാണ് പരിപാടി, അല്ലെങ്കിൽ ഇവിടെയാണ് ഇമോഷൻ ഉണ്ടാവുക. മാത്തമാറ്റിക്കൽ അതിന്റെ ഒരു ഡെഫിനിഷൻ പോലെ ഒരു പരിപാടി എനിക്കറിയാം, പക്ഷെ അത്ര ഡിസൈനിൽ എനിക്ക് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല. അല്ല അതായത് ഇത് ആക്ച്വലി നമ്പേഴ്സ് ആണ്, ഇതൊരു സീക്വൻസ് ആണ്, ഫെബനാച്ചി സീക്വൻസ്. ഫെബനാച്ചി പറയുന്ന ഒരു വ്യക്തിയല്ല, അയാൾ അങ്ങനെ അറിയപ്പെടുന്നത്, ഫെബനാച്ചി പറഞ്ഞിട്ട് അറിയപ്പെടുന്നത്. ഇയാള് ഒരു ലിയനാർഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്, ലിയനാർഡോ പിസാനോ പറഞ്ഞിട്ടുള്ള ഇറ്റലിക്കാരനാണ്. അപ്പോൾ ഇയാൾ കണ്ടുപിടിച്ച ഒരു സീക്വൻസ് ആണ്. ഈ സീക്വൻസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീക്വൻസ്, അതായത് 1 1 2 3 5 8 അങ്ങനെ പോകും, 8 13, അതായത് അടുത്തടുത്തുള്ള നമ്പേഴ്സ് തമ്മിൽ കൂട്ടിയിട്ട് കൊണ്ടുപോകുന്ന 1 + 1 2 2 + 1 3 3 + 2 5 അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സീക്വൻസ് ആണ് ഫിബനാച്ചി സീക്വൻസ് പറയുന്നത്. ഇത് ഭയങ്കര റിയലിസ്റ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണെങ്കിൽ ചെടി ഇല ഉണ്ടാകുന്ന സ്റ്റേജ് തൊട്ടിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു സ്പൈറൽ സ്റ്റേജിലുണ്ടാവുക. അതായത് ഒരു ചെടിൻ്റെ ഒരു ഇല വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടാമത്തെ ഇല അല്ലെങ്കിൽ ഒരു ഫുള്ളായിട്ട് ഇതിൻ്റെ റൗണ്ട് ഫുള്ളായിട്ട് ഇല വന്നു വിചാരിച്ചോ, നമ്മൾ ഇതിൻ്റെ ടോപ്പ് വ്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈച്ചൻ്റെ ഒരു ഇല കാണാൻ പറ്റും. മേലെ നിന്ന് നോക്കുകയാണെങ്കിൽ അതായത് പ്രകൃതി ലേസിയാണ്, പ്രകൃതിൻ്റെ നാച്ചുറൽ എന്ന് പറയുന്നത് ലേസിനെസ്സാണ്. അപ്പോൾ പ്രകൃതിക്ക് ഓരോ സെല്ലിലേക്കും സൂര്യപ്രകാശം ഈ ചെടിയിൽ എത്തിക്കണമെങ്കിൽ പ്രകൃതി മടിയനായതുകൊണ്ട് തന്നെ കറക്റ്റ് അതിന് സൊല്യൂഷൻ കണ്ടിട്ടായിരിക്കും ഉണ്ടാവുക. എല്ലാത്തിനും വഴിമാറി കൊടുക്കും. ഒരു ഇല രണ്ടാമത്തെ ഇല ഉണ്ടാകുന്ന ടൈമിൽ ആദ്യത്തെ ഇലൻ്റെ കുറച്ച് വിട്ടിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇത് കറക്റ്റ് സ്പൈറൽ ഷേപ്പിൽ വരുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ റേഷ്യോ ഈ 360 ഡിഗ്രി എടുത്താൽ അതിൻ്റെ ഇത്ര 10 ഡിഗ്രി മാറി അങ്ങനെയല്ല ഉണ്ടാവുക. ഇതിനൊരു റേഷ്യോ ഉണ്ട്, അതായത് 1.61619 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പൈൻ്റെ ഒക്കെ നമ്പർ മാതിരി എൻഡ്ലെസ് ആയിട്ടുള്ളൊരു നമ്പറാണ്, നീണ്ടു പോകുന്നൊരു നമ്പറാണ് ഫിബനാച്ചി റേഷ്യോയിൽ വരുന്ന നമ്പർ. അപ്പോൾ ഈ നമ്പർ അതായത് ഇത് കഴിഞ്ഞിട്ട് 1.619 എന്ന് പറഞ്ഞിട്ടുള്ള ഈ നമ്പേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ആംഗിളിലാണ് രണ്ടാമത്തെ ഇല വരുന്നത്. ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു 12 ഇലയോളം വന്നാലും അത് കറക്റ്റ് ഫീൽ ആയിരിക്കും നമുക്ക് ടോപ്പ് വ്യൂ ഒന്ന് കിട്ടാം. അപ്പോൾ ഗോൾഡൻ റേഷ്യോ വെച്ചിട്ട് 2 സ്ക്വയേഴ്സ് വരക്കുകയാണെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ നമ്പേഴ്സ് വെച്ചിട്ട് ഒരു സ്ക്വയർ വരക്കുക, 1:1 എന്നുള്ളൊരു സ്ക്വയർ വരക്കുക. അതിൻ്റെ കൂടെ സെയിം 1:1 രണ്ടാമതൊരു സ്ക്വയർ വരച്ച് ഇത് രണ്ടും കൂട്ടിയിട്ട് 2 വെച്ചിട്ടുള്ളൊരു സ്ക്വയർ. ഈ 2ഉം 1ഉം കൂടെ കൂട്ടി 3, 3ഉം 2ഉം കൂടെ കൂട്ടി 5. ഇങ്ങനെ വരച്ചിട്ട് ഒരു വലിയ ബോക്സ് ആവുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു സ്പൈറൽ ഷേപ്പ് വരക്കുകയാണെങ്കിൽ ഇതിങ്ങനെ എൻഡ്ലെസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഒരു സ്പൈറൽ ഷേപ്പ്. ഇത് തന്നെയാണ് കുറെ നാച്ചുറൽ ഒരുപാട് സ്ഥലങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. മിൽക്കി വേന്റെ ഷേപ്പ്, ഒച്ചിന്റെ ഷെല്ലിലെ സ്നെയിലിന്റെ ഷെല്ലിന്റെ ഷേപ്പ്, നാച്ചുറൽ എല്ലായിടത്തും ഒരുവിധം എല്ലായിടത്തും ഗോൾഡൻ റേഷ്യോ ഉണ്ട്. ഈ ഗോൾഡൻ റേഷ്യോ ഒരു വിഷ്വലി പ്ലീസിങ് ആണ്, പെർഫെക്റ്റ് ആയിരിക്കും. നമുക്ക് ആ ഇമേജ് കാണാൻ വിഷ്വല് ആ കാണുന്ന ടൈമിൽ നമ്മളെ ഐ സൈറ്റ് അതിലേക്ക് പോകും. അതായത് ഇപ്പൊ ഒരു പോസ്റ്റർ ചെയ്യണം. അപ്പൊ എനിക്ക് ഞാൻ പറയുന്നത് എന്താ അറിയോ, ഈ ഗോൾഡൻ റേഷ്യോ സാധാരണ ഒരു ആർട്ടിസ്റ്റിന്റെ കയ്യിൽ ആ സാധനം ഉണ്ടാവും, അത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. ഉണ്ട് കറക്റ്റ് അത് നാച്ചുറലാണ്. ഒരു ഡിസൈനറിന്റെ കയ്യിലോ ഒരു ആർട്ടിസ്റ്റിന്റെ കയ്യിലോ ഒരു ഫിലിം മേക്കറിന്റെ കയ്യിലോ ആരുടെ കയ്യിലാണെങ്കിലും ലൈക്ക് ആ സാധനം ഉണ്ടാവും, അത് നാച്ചുറലി അത് ഉണ്ടാവുന്നതാണ്. ലൈക്ക് ആൾക്ക് ഒന്നുമില്ല, നമ്മൾ കാണുന്നത് ഇവിടെ ആയിരിക്കും ബെറ്റർ, അല്ലെങ്കിൽ ഇത്ര സ്പേസ് കൊടുക്കുമ്പോഴാണ് ഇത് രസമാവുക, ആ ബേസിക് റൂൾ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇത് ഈ ഒരു ഗോൾഡൻ റേഷ്യോന്റെ പരിപാടി തന്നെയാണ്, അത് വർക്ക് ആവുന്നത് തന്നെയാണ്. കറക്റ്റ് റൂള് നോക്കിയിട്ട് ചെയ്യുന്ന ഇപ്പൊ ലോഗോ ഉണ്ട്. മാത്തമാറ്റിക്കൽ റേഷ്യോ പക്ഷേ പറഞ്ഞ മാതിരി തന്നെ
അറിയാണ്ട് ഉള്ളിലുള്ള സാധനമാണ് പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണ് അത്. നമുക്ക് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ പഠിച്ചിട്ട് ചെയ്യേണ്ട പരിപാടി അല്ല. എനിക്ക് ഫീൽ ആയത് എന്താ പറയുക, മാത്തമാറ്റിക് ഇക്വേഷനെ കാട്ടി കൂടുതൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. ചെയ്ത് 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 ഈ സാധനം പക്കയാവുന്നുണ്ട്. ചില ആൾക്കാരെ കോമ്പോസിഷൻസ് ഒക്കെ ഉണ്ടാവല്ലോ, ചില ഡിസൈനേഴ്സ് ആണെങ്കിലും ചില ഫിലിം മേക്കേഴ്സ് ആണെങ്കിലും ഇവരൊന്നും ഇത് ഉണ്ടാവില്ല. അത് ഓട്ടോമാറ്റിക്കലി അവർ കഴിഞ്ഞ സാധനം വരും. ചില ഡിസൈനേഴ്സ് ഒക്കെ ഉണ്ട്, അവരെ കോമ്പോസിഷനും അവരെ പെർസ്പെക്റ്റീവ് ഒക്കെ അടിപൊളിയായിരിക്കും. കോമ്പോസിഷൻ പറഞ്ഞപ്പോൾ വാലിബലില് ഫസ്റ്റ് വൺ ഓഫ് ദ വെരി ഫസ്റ്റ് ഷോട്ടുകളിൽ ഒരു ഷോട്ട് ഉണ്ട്, മറ്റേ വലിയ ഫസ്റ്റിൽ കാണിക്കുന്ന മല്ലനെ കാണിക്കുന്ന ടൈമില് ഷോട്ട് വിത്തിൻ എ ഷോട്ട് എന്ന് പറയുന്നത് ഒരു സീന്. അതായത് ഒരു ഫ്രെയിമിനുള്ളിൽ ഒരാള് മുട്ട ഇങ്ങനെ കഴിച്ചുകൊടുക്കുന്ന ഫ്രെയിമാണ്. അതിനുള്ളിൽ ഒരാൾ ഓടി വന്നിട്ട് ഒരു കഥ പറയുന്ന ഫ്രെയിം കൂടി കാണിക്കുന്നുണ്ട്. ലിജോന്റെ ബ്രില്യൻസ് ആണ്, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ ആണ്. അതുപോലെ ആ പടത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് വൈഡ് ലെൻസുകളാണ്. ക്ലോസപ്പിലാണ് കുറെ നെഗറ്റീവ് സ്പേസ് വിട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജിയോഗ്രഫി കാണിക്കാൻ വേണ്ടിയിട്ടും ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ വൈഡ് ലെൻസുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വൈഡ് റേഷ്യോസ് ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെറാന്റിനോ എന്നൊരു ഫിലിം മേക്കർ ഉണ്ട്, ക്വിന്റൻ ടെറാന്റിനോ. ഇയാളുടെ ഫിലിമിലൊക്കെ അധികം ഇയാള് വൈഡർ ലെൻസുകൾ ഉപയോഗിക്കുക. കാരണം ഇയാളുടെ സ്റ്റേജിങ് അതുപോലെയാണ് ക്യാരക്ടേഴ്സിന്റെ. അതായത് പ്ലേ കാണിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു സീൻ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പം രണ്ടാളുകൾ ഇവിടെ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് പ്ലേയും കൂടി അവിടെ കാണിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ചായക്കടയിൽ രണ്ടാളുകൾ ഇരിക്കുന്നുണ്ട്. ഈ ഷോട്ട് വന്നിട്ടുണ്ട്, വെച്ച ഷോട്ട് നൻപകൽ നേരത്ത് ചായ അടിക്കുന്നുണ്ട് ആള്, ബാക്കിൽ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി വരുന്ന സീനുണ്ട്. മെയിൻ ക്യാരക്ടർ മെയിൻ എന്താണ് ഈ ചായ അടിക്കുന്നതാണ് ശരിക്കും. പക്ഷെ ബാക്കിലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ആരാ, എന്താണ്, എത്ര ആൾക്കാർ ഈ ബസ്സിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം. എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റും, ജിയോഗ്രഫി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് സെപ്പറേറ്റ് ഓരോ ഷോട്ട് പോയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, ഒറ്റ ഷോട്ടിൽ ഇത് കണ്ടേയാവും. അതേപോലെ ഒരു ക്ലീശ ബ്രേക്ക് ചെയ്ത ഒരാളാണ് ഈ പറഞ്ഞ നമ്മളെ പെളിശ്ശേരി. അതായത് ഒരു ഷോട്ട് 3 സെക്കൻഡിന്റെ നേരെ വെച്ചാൽ ലാഗാവും എന്ന് പറയുന്ന ആളുകളുണ്ട്. അതായത് ഒരു ഷോട്ട് ഇങ്ങനെ 3 സെക്കൻഡിൽ വെച്ച് കഴിഞ്ഞാൽ ലാഗാണ്, അടുത്ത ഷോട്ട് കഴിഞ്ഞാൽ ഷോട്ട് മാറ്റി കൊടുക്കണം. ചുരുളി ഇറങ്ങിയ സമയത്ത് മുമ്പൊരു ഒരു ഷോട്ട് ഉണ്ട് അതിൻ്റെ അകത്ത്, അവരിങ്ങനെ നടന്നു വരുന്ന ഒരു സീൻ. അതായത് ഒരു ചെലന്തിന്റെ 15 സെക്കൻഡോ എത്ര ഉണ്ട് ഈ സാധനം അങ്ങനെ വെച്ചേക്കാം. അത് മാത്രല്ല ഇതിലുണ്ടല്ലോ നൻപകൽ നേരത്ത് മയക്കവും, അതിലും കുറെ ക്യാമറ സ്റ്റില്ലല്ലേ, പക്ഷെ നമ്മൾ അതിൽ ആ സിറ്റുവേഷനിൽ ജീവിക്കുന്നില്ലേ. അതാണ് നമ്മളത് നോട്ട് ചെയ്യുന്നില്ല. ഇല്ല, അതാണ് ഏതോ ഒരു രീതിയിൽ നമ്മളെ എൻഗേജിങ് ആക്കുന്നുണ്ട്. അതേപോലെ തന്നെ സെയിം ഈ ബ്രഹ്മയുഗത്തിന്റെ ഡയറക്ടറെ ഭൂതകാലത്തിലില്ല, ഭൂതകാലത്തിൽ ഏറ്റവും ലാസ്റ്റ് ഇയാൾ ഇന്റർവ്യൂല് പറഞ്ഞ സാധനം അപ്പോഴാണ് ഞാൻ നോട്ടീസ് ചെയ്യുന്നത്. ഈ ഭൂതകാലത്തിന്റെ ലാസ്റ്റ് സൈജു കുറുപ്പ് ഈ വീടൊക്കെ പൂട്ടി ക്ലിയർ ആക്കി പോകുന്ന ഒരു സീനുണ്ട്. അതായത് അതിലൊരു ബ്രില്യൻസ് ഉണ്ട്. അയാള് തുടങ്ങുന്ന ടൈമിൽ സ്റ്റാറ്റിക് ആയിട്ടാണ് ക്യാമറ വെച്ചത്, വീട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റിക് ആയിട്ട് ക്യാമറ വെച്ചു. എൻഡിങ്ങിലും സ്റ്റാറ്റിക് ആണ്. എൻഡിങ്ങിൽ സ്റ്റാറ്റിക് ആയതിനൊരു കഥ ഉണ്ട് അയാൾ പറയുന്നത്. ഈ സൈജു കുറുപ്പ് ബ്രോക്കർ ആയിട്ടാണ് തോന്നുന്നത് അതിലുള്ളത്. ഇയാൾ വന്ന് വീട് പൂട്ടി ഇയാൾ പോകുന്നത് വരെ, അതായത് അവിടെയുള്ള എല്ലാ സൗണ്ടും ഇയാളുടെ വണ്ടിന്റെ സൗണ്ട് അടക്കം തീരുന്നത് വരെ ആ ക്യാമറ സ്റ്റാറ്റിക് ആണ്. എന്നിട്ട് സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ പടം സ്റ്റാറ്റിക് ആയിട്ട് എൻഡ് ചെയ്യും, ഓഡിയൻസിനെ അതിനുള്ളിൽ സ്റ്റക്കാക്കി വെച്ചു, ഓഡിയൻസ് ചിന്തിച്ചോട്ടെ എന്ന് പറഞ്ഞു. അതേപോലെ നമ്മുടെ വെന്തതണിയുന്നത് കാട് പടത്തിൽ മൂപ്പരെന്നെ പറയുന്നുണ്ട്. അതിന്റെ സ്റ്റാർട്ടിങ്ങില് സ്റ്റാറ്റിക് ഷോട്ടുകൾ വെച്ചിട്ടുള്ള മുത്തു എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര വലിയ ലാൻഡ്സ്കേപ്പ് ആണ് സ്റ്റാർട്ടിങ്ങിൽ. ഇവന്റെ ലൈഫ് സ്റ്റക്കാണ്, ഇവന്റെ ലൈഫ് സ്റ്റക്കാന്നുകൊണ്ട് ഇവൻ സ്റ്റാറ്റിക് ആയിട്ടാണ്. പിന്നെ ഇവൻ അതിൻ്റെ അകത്തൊരു ട്രെയിനിന്റെ ഒരു സീൻ ഉണ്ട്. ഇവന്റെ ലൈഫ് ചലിക്കാൻ തുടങ്ങുമ്പോഴാണ് ക്യാമറ മൂവ് ആവുന്നത്. ലൈക്ക് ഇവന്റെ ലൈഫിൽ മൂവ്മെന്റ് വരുമ്പോഴാണ് ക്യാമറയിൽ മൂവ്മെന്റ് വരുന്നത്. നമ്മൾ ഈ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്ന പോലെ തന്നെ ഫിലിം മേക്കിങ്ങിന്റെ ഓരോ എലിമെന്റ് എടുത്ത് നോക്കുകയാണെങ്കിലും അത് ക്യാരക്ടറിന്റെ ഇമോഷനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഓക്കെ, ഇതേപോലെ തന്നെ ഭൂതകാലത്തിന്റെ ബ്രില്യൻസ് പോലെ തന്നെ എന്താ പറയാ കുറെ ബ്രില്യൻസ് എവിടൊക്കെയോ എന്തൊക്കെയോ ചെയ്തു വെച്ച ഒരു സാധനം ഉണ്ട്. നമ്മളെ ലിജോന്റെ പടം നൻപകൽ നേരത്തെ മയക്കം, അത് ഞാൻ ആക്സിഡന്റലി കണ്ട പടം. ശരിക്കും പറഞ്ഞാൽ എന്നോട് നെഗറ്റീവ് നല്ലോണം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് മൂവി തിയേറ്ററിൽ പോയിട്ട് കണ്ട ആൾക്കാർ പറഞ്ഞത് പോണ്ട കാണണ്ട എന്നുള്ളതാണ്. ഞാൻ എന്നിട്ട് കണ്ടിട്ടില്ല.
ഓക്കെ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ആ പടത്തിന് വലിയ പ്രൊമോഷൻ ഉണ്ടായിട്ടില്ല കേട്ടോ. ഇല്ല, കുറവായിരുന്നു. പ്രൊമോഷൻ ഇല്ല, ഉണ്ടായിരുന്നില്ല. ഒരു അവാർഡ് പെടാന്നുള്ളൊരു ആണ്. അതുകൊണ്ടായിരിക്കും ഈ പറഞ്ഞ പോലെ എനിക്ക് ഓർമ്മയുണ്ട്, ഭയങ്കര 6-8 തിയേറ്റർ അവിടെ ഉണ്ടാവും. അതില് എല്ലാ തിയേറ്ററിലും ഇതാക്കണം എന്ന് പറഞ്ഞിട്ടും കുറെ കോൺഫ്ലിക്റ്റ് ബുക്ക് ചെയ്ത ആൾക്കാർക്ക്. അല്ല, അതാണ് ഞാൻ ഈ പടം എന്നിട്ട് കാണുന്നത് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒന്ന് കണ്ടു നോക്കാം, എന്താന്നുള്ളത് കണ്ടു നോക്കാന്ന് വെച്ചിട്ട് കണ്ടതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓരോ ചില ഈ നട്ടുച്ച നേരത്തുള്ള വെയിലും ആ ഫുഡേജിൽ ഉറങ്ങുന്നതൊക്കെ നമുക്കിങ്ങനെ ഫീൽ ആവാ ആ സാധനം. പിന്നെ ആ സിനിമ തീരല്ലേ എന്നുള്ളൊരു സാധനമായിരുന്നു. ലൈക്ക് അത് കഴിഞ്ഞ് അവന്റെ ജേണി എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. അത് പ്രേതമാണോ ഷാമിലെ? അത് പ്രേതമാണോ? അത് മെത്തേഡ് ആക്ടിങ് ആണോ? ഈ പടത്തിന്റെ സംഭവം ഞാൻ പറയാം. ഞാൻ ഈ നവ പറഞ്ഞ പോലെ പടം കണ്ട് ഒരു പടം അടിപൊളി ഫ്രെയിംസ്, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന ഇയാളെ മേത്ത് പ്രേതം കയറിയതല്ല, വേറെന്തോ സംഭവമാണ്. ആളൊരു നാടക നടനാണ്. ഞാൻ കണ്ടൊരു പെർസ്പെക്റ്റീവ് ഫസ്റ്റ് തിയേറ്ററിൽ കണ്ടപ്പോൾ പെർസ്പെക്റ്റീവ് എന്താ വെച്ചാൽ, ഇയാളൊരു നാടക നടനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ട് ഇയാൾ ഉറങ്ങുന്ന ടൈമിൽ ഇയാൾ ചിലപ്പോൾ മെത്തേഡ് ആക്ടിങ് ചെയ്യുന്നുണ്ടാവാം, പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും, തമിഴനായിട്ട് ആലോചിക്കുന്നുണ്ടാവും അതിനെക്കുറിച്ച്. ഞാൻ കണ്ട പെർസ്പെക്റ്റീവ്, ഫസ്റ്റ് കണ്ട പെർസ്പെക്റ്റീവ് അതായിരുന്നു. ഇയാള് ഞാൻ ബ്രില്യന്റ് ആയിട്ട് ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു പെർസ്പെക്റ്റീവ് ചിലപ്പോൾ അതായിരിക്കാം എന്നുള്ള തോട്ടിലായിരുന്നുണ്ടായിരുന്നു. ഇയാള് പെട്ടെന്ന് ഒരു ചാൻസ് കിട്ടിയപ്പോൾ തമിഴ്നാട്ടിലല്ല തമിഴനായിട്ടൊരു മെത്തേഡ് ആക്ടിങ് ചെയ്തു. അല്ല ശരിക്കും ഞാൻ അങ്ങനെ ആലോചിച്ച പ്രേതമായിരിക്കൂല, ചിലപ്പോ മെത്തേഡ് ആക്ടിങ്ങോ മറ്റായിരിക്കും. ഞാൻ പറഞ്ഞുതരാം. പടം ഞാൻ പിന്നെ ഒരു പ്രാവശ്യം കണ്ട്, 2 വട്ടം കണ്ട്. ഞാൻ പിന്നെ റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ട് ഇതിനെ പറ്റി ഒന്ന് ഇരിക്കാൻ തീരുമാനിച്ച സമയത്ത് ഞെട്ടിപ്പിക്കുന്ന ചില രഹസ്യങ്ങൾ ഷാമിൽ കണ്ട ഞെട്ടിപ്പിക്കുന്ന രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതിന്റെ അകത്ത് മമ്മൂട്ടിന്റെ മേത്ത് കയറുന്നത്, ക്യാരക്ടറുടെ പേരെന്തായിരുന്നു, ജോർജിന്റെ മേത്ത് കയറുന്നത് പ്രേതാണ്, ആക്ച്വൽ പ്രേതാണ്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ആ വീട്ടിൽ നിന്ന്, അതായത് അയാള് ആ വീട്ടിലുള്ള ആ മോൻ കാണാതാവുന്നുണ്ട്, തമിഴനെ കാണാതാവുന്നുണ്ട്. പോലീസിലൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ആക്ച്വലി ഈ പടം ഒരു അച്ഛനും അല്ല അമ്മയും മോനും തമ്മിലുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ് ആണ് നടക്കുന്നത്. അതിന്റെ അകത്ത് ഒരു അമ്മ ഉണ്ട് അല്ലെ, കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് എപ്പോഴും ആ പാട്ടി എപ്പോഴും മോൻ ആലോചിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിന്റെ അകത്ത് ഭയങ്കര ക്രീപ്പി ആയിട്ടുള്ള ഒരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ, ബസ് വന്ന് നിൽക്കും. ഏത് ജോർജ് സഞ്ചരിക്കുന്ന ബസ് വന്ന് നിന്നിട്ട് ഒരു പാടത്തിന്റെ സൈഡിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇതിന്റെ അകത്ത് എല്ലാരും ഉറങ്ങുമ്പോഴായിരിക്കും ഇയാൾക്ക് ബോധം വന്നിട്ട് പെട്ടെന്ന് എണീക്കുന്നത്. ആ സമയത്ത് ജനൽ അടക്കുന്ന ഒരു സൗണ്ട്, ടെക് ടെക് എന്നൊരു സൗണ്ട് വരുന്നുണ്ട്. ഇയാൾ പെട്ടെന്ന് എണീച്ച് ഇയാൾ ഇറങ്ങി കറക്റ്റ് പോകുന്നതില്ലേ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക്. അത് കറക്റ്റ് കാണുമ്പോൾ മനസ്സിലാവും ഇയാൾ ആ പാടത്തിനുള്ളിലേക്ക് കറക്റ്റ് ഇറങ്ങി പോവാം. അയാളെ പിന്നെ കാണുന്നില്ല ജോർജിനെ. സെയിം സാധനം അവിടെയാണ് ഇയാളൊരു പ്രേതം അല്ലെങ്കിൽ ക്രീപ്പി ആയിട്ടുള്ള ഒരു സാധനം വരുന്നത്. സെയിം സാധനം ലാസ്റ്റ് മമ്മൂട്ടി ഉറങ്ങാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് മമ്മൂട്ടി കണ്ണാടിയിലൊക്കെ നോക്കും. ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ വേറൊരു സാധനം ഉണ്ട്. ഇയാൾ ഉറക്കത്തിലാണോ ആ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നത്. ഈ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ബസ്സിൽ ജനലടിക്കുന്ന കണ്ണാടി നോക്കുന്ന സീന് പറഞ്ഞത് പടത്തിന്റെ ലാസ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് ഈ ജനലടിക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ, അത് കറക്റ്റ് ആ കണ്ണാടി നോക്കുന്ന അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റിലുള്ള സീനിലെ സൗണ്ട് ലാസ്റ്റിലെ സീനിൽ കൊടുത്തു. എന്തിനാണ് അത് കൊടുത്തത്? സ്ലീപ്പ്. അയാൾ സ്ലീപ്പാണ്. ആ സ്ലീപ്പിലുള്ള സമയത്ത് ഇയാൾ ബോഡി യൂസ് ചെയ്തിട്ട് പോയിന്നാണോ വാട്ടവർ. അത് കഴിഞ്ഞിട്ട് ഈ സാധനം ഇയാള് കുറെ ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് ജോർജിന് മനസ്സിലാവും ഇത് ഞാനല്ല, ആള് മാറി. ഈ ഇവിടെ പോകുമ്പോ ബാർബർ ഷോപ്പിൽ പോയി പിന്നെ ആളുകളെ പെരുമാറ്റം ബാർബർ ഷോപ്പിൽ പറയുന്നത് എന്താ വെച്ചാല്, ബാർബർ ഷോപ്പിൽ പഴയ ബാർബറെ പറ്റി ചോദിക്കുന്നത് അങ്ങനെ എന്തുകൊണ്ട് ഇയാള് എവിടെ പോയി അയാൾ മരിച്ചിട്ട് ഇത്ര മാസമായി, 6 കൊല്ലമായി റിയലൈസ് ആവുന്നത്. അതായത് മരിച്ചാൾക്ക് റിയലൈസ് ആവുന്നത്, ആത്മാവിന് റിയലൈസ് ആവുന്നത്. ഭയങ്കര ക്രീപ്പി ആയിട്ടുള്ള വേറെ സംബന്ധിച്ചു കഴിഞ്ഞാൽ ഇയാൾ ഉള്ളിലേക്ക് കയറിയിട്ട് ഡോറിന് പുറത്തേക്ക് വന്ന സീനുണ്ട്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ബസ്സിന്റെ സീനില്ലേ അതേപോലെ തന്നെ ഒരു തൂണ് കഴിഞ്ഞിട്ട് ഇയാൾ പോണേ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇയാൾ എങ്ങോട്ടാ പോകുന്നത്. അതാണ് ഷാഡോന്റെ കേസ് പറഞ്ഞത്. ഷാഡോ അവിടെ നിൽക്കുന്നുണ്ട്, മറ്റേ പോകുന്നിടത്ത് പുറത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ അയാൾ പുറത്തേക്ക് പോയിട്ടുണ്ട്, പക്ഷെ അവൻ പുറത്തേക്ക് വരുന്നത് കാണില്ല. ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള പുറത്തേക്കാണ്.
ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, കൂടുതൽ ആരും ശ്രദ്ധിക്കാത്തൊരു സാധനമാണ്. നമ്മളത് സ്ക്രീനിലിട്ട് കാണിച്ചു തരാം. അതേപോലെ തന്നെ ഒരൊറ്റ ബ്രില്യൻസ് കൂടി അതിനകത്ത്, ഇത് ആത്മാവാണ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കാക്കകളെ കാണിക്കുന്നുണ്ട്. അതായത് സാധാരണ കാക്കകളെ കൈകൊട്ടി വിളിക്കൽ ഈ ബലീന്റെ സമയത്താണ്. അതായത് മമ്മൂട്ടി അവിടുന്ന് ലാസ്റ്റ് സീനിൽ ഇറങ്ങുന്ന സമയത്ത് ഒരു കാക്ക വന്നിട്ട് മേലെ ഇരിക്കുന്നുണ്ട്. അതായത് ഇയാൾ ഈ ചോറ് കഴിക്കും. അതായത് ഇവർക്ക് മനസ്സിലാവും, അതായത് ഇവര് ഒന്നും പറയില്ല. ഈ അമ്മ മാത്രമാണ് അവിടെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള. മോൻ വരുമ്പോ ഇയാളെ മടിയിൽ ഇരുത്തുന്നുണ്ട്, തല ഇങ്ങനെ കൈ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ഭാര്യക്കും അച്ഛനും ഒക്കെയാണ് ഈ ഇഷ്യൂസ്. ഇയാൾ ആരാന്നുള്ളത് മനസ്സിലാകത്തപ്പോൾ അങ്ങനെ ഇയാൾ ഈ ചോറ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ആക്ച്വലി ഇയാൾ കഴിക്കുന്നത് ഇയാളെ തന്നെ വലിച്ചോറാം. ഈ സമയത്ത് ആ കാക്ക അവിടുന്ന് പറഞ്ഞു പോകുന്നുണ്ട് ഇയാൾ ഇറങ്ങുന്ന സമയത്ത്. അത് ഇൻഡയറക്ട്ലി അവിടെ കാണിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഇതിന്റെ അകത്ത് ഒരൊറ്റ ക്ലോസപ്പ് ഷോട്ട് ഉള്ളത് ഈ അമ്മക്ക് വേണ്ടിട്ടാ. അമ്മ കരയണത്, അതായത് ബാക്കി ആരും അവിടെ കരയുന്നില്ല. ഇയാള് പോണ സമയത്ത് ബാക്കി ആർക്കും അവിടെ ക്ലോസപ്പ് ഷോട്ടും കൊടുത്തിട്ടില്ല. അതായത് ആ അമ്മ മോനായിട്ട് തന്നെയാണ് ഇയാളെ കാണുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിലുള്ള പാട്ട് ടിവിയിലുള്ള സൗണ്ടുകളൊക്കെ കറക്റ്റ് അതായത് ആ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്ന സാധനങ്ങളാണ്. അതായത് ലാസ്റ്റ് മമ്മൂട്ടി പോണ സമയത്ത് പോയിട്ട് വാന്നാ പറയണേ. അതായത് ആ സിനിമയിൽ MGR അങ്ങനെ ആരോ പറയുന്ന ഡയലോഗിൽ പോയിട്ട് വാന്നാ പറയണേ. അത്രത്തോളം ബ്രില്യന്റ് ആയിട്ട് ആ മൂവി എടുത്തിട്ടുള്ളത്. അതൊക്കെ ഡീകോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒറ്റ വട്ടം കണ്ടിട്ട് കളയേണ്ട പടമോ അല്ലെങ്കിൽ കളയേണ്ട പടമല്ല ഈ പറഞ്ഞ ലിജോന്റെ പടങ്ങള്. അങ്ങനത്തെ ഒരാള് വാലിബൻ എടുത്തിട്ട് ഫ്ലോപ്പ് ആക്കി എന്ന് പറയുന്നത് ഇല്ല. വാലിബൻ ആദ്യത്തെ തവണ കാണുമ്പോ അല്ല തെറ്റ് പറ്റാം. ഇപ്പൊ എല്ലപ്പോഴും ഹിറ്റ് അടിക്കുന്ന ഡയറക്ടേഴ്സ് ഇല്ല. പക്ഷെ അയാളെ കണക്ക് കൂട്ടലുകൾ തെറ്റി. കാരണം മാർക്കറ്റിങ്ങിൽ തെറ്റിയതൊന്നും എല്ലാരും തെറ്റിയിട്ടില്ല. ഇല്ല. ഇയാൾ ഉദ്ദേശിച്ചത് ഇയാൾക്ക് കൺവേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അയാൾ ഉദ്ദേശിച്ചത് ഇതായിരുന്നു എന്നുള്ളത് ആദ്യം അറിയിക്കാൻ വേണ്ടിട്ട് ചിലപ്പോ ക്രൂവിന് പറ്റിയിട്ടുണ്ടാവില്ല. ഒരു കോമിക്കാണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു ബൂം ഉണ്ടാക്കേണ്ടി വരും. ഫസ്റ്റ് ഒരു ബസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളൊരു കോമിക്കാണ് പറഞ്ഞുതരാൻ പോകുന്നത് എന്നുള്ളത് സാധനം വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ വിജയിച്ചേനെ. ബ്രില്യന്റ് ഡയറക്ടറാണ്. റിപ്പീറ്റ് ആയിട്ട് കാണേണ്ട വാലിബൻ ഒരിക്കലും ഫസ്റ്റ് ടൈം പോലും കാണാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാരുടെ കാരണം 3 പ്രാവശ്യം പോയി കണ്ടപ്പോൾ ആദ്യത്തെ സമയത്ത് ഭയങ്കര ഇതിന്റെ ആർട്ട് ഭയങ്കരമായിട്ട് ഇതിന്റെ ഭയങ്കര വൈഡ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് എൻജോയ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ പ്രാവശ്യം കാണുമ്പോൾ ഇതിന്റെ സ്റ്റോറി കറക്റ്റാ ലാസ്റ്റിലേക്ക് കൊണ്ടുവരുന്ന സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നത് എന്നുള്ള സാധനം അത് നല്ലപോലെ അച്ഛന്റെ ക്യാരക്ടറിലേക്ക് എത്തുന്നതൊക്കെ ഫസ്റ്റ് തൊട്ടേ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അച്ഛന്റെ കഥ എന്റെ ചിന്നപ്പയ്യൻ മിടുക്കനല്ലേ. അപ്പം വാലിബനോ ചോദിക്കുമ്പോ ഭ്രമയുഗത്തിലും രണ്ടാമത്തെ തവണ കാണുകയാണെങ്കിൽ ഡീകോഡ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ല ബ്രഹ്മയുഗത്തിലൊരു സീനില്ലടാ സ്പൈഡർ ഇങ്ങനെ വരുന്ന അത് ശരിക്കും എനിക്ക് കണക്ട് ആയ സാധനമാണ്. മമ്മൂട്ടിനെ കാണിക്കുന്നത്, മമ്മൂട്ടിന്റെ ഒരു ഡയലോഗ് കേൾപ്പിക്കുന്നത്, മനന്റെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. മന ഇത്ര വിയേഡായിട്ടുള്ളതെന്ന് കാണിക്കുന്നുണ്ട്. ഇടക്കിടക്ക് ചലന്തിന്റെ ഷോട്ട് കാണിക്കുക. ചലന്തി വല നെയ്യുന്നത് എന്തായിരിക്കും? ഡെഫിനറ്റ്ലി ട്രാപ്പാണ്. ചലന്തി വല എന്ന് പറയുന്നത് ട്രാപ്പാണോ? ഇതൊരു ട്രാപ്പ് ആയിട്ടാണ് തോന്നുന്നത്. ഞങ്ങൾക്ക് എന്താ തോന്നുന്നത്? പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കും, ബിൽഡ് ചെയ്യുന്നതായിരിക്കും. ട്രാപ്പ് എന്നുള്ളത് ബിൽഡ് ചെയ്താണെങ്കിൽ എന്താ അറിയോ, ഇവര് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആര്? ഡയറക്ടർ. ഞാൻ ഇന്ന് ജസ്റ്റ് ഇങ്ങനെ ഡയറക്ടറിന്റെ ഇതെടുത്ത് നോക്കിയതാ. ഈ സീൻ ഇതിങ്ങനെ കണ്ടപ്പോ ഇതല്ലേ ആ സീനല്ലേ? വെറുതെ കൊണ്ടുപോയിട്ട് ഓനാണ് ചെലുത്തി കാണിക്കേണ്ട ആവശ്യമില്ല. ഓൻ പറയുന്നുണ്ട് അതില്, ഓൻ കാക്കാണ്, ഈ മന കാക്കാന്നുള്ളത് പറയുന്നുണ്ട്. ഈ ചെലന്തി ഇങ്ങനെ നെയ്ത് കൊണ്ടുപോകുന്നുണ്ട്, പിന്നെ നെയ്യുന്നുണ്ട്, പിന്നെ കാണിക്കുന്നുണ്ട്. നമ്മള് കണക്ട് ചെയ്തതാണോ അറിയില്ല. നമ്മളത് എക്സ്പ്രസ് ചെയ്യാന്നുള്ളതാണ്, എങ്ങനെ വളരെ എടുക്കാന്നുള്ളതാണ്. പിന്നെ അതാണ് ഞാൻ എന്താ വെച്ചല്ലേ. ഓക്കെ നോക്കാലോ എന്തൊക്കെയാ പേജിൽ ഇട്ടിട്ടുള്ളതെന്ന് നോക്കിയതാ. ഇത് കാണുമ്പോ ഒറ്റയടി എനിക്ക് വന്നത് ഇത് മറ്റേ ചലന്തി പോലെയല്ലേ നമ്മൾ ആ സിനിമയില് കണ്ടേ. അത് 2-3 പ്രാവശ്യം കാണിച്ചിന് അല്ലെ. അപ്പൊ എന്തോ ഉണ്ട് എന്നുള്ളതാണ്. ചുള്ളിയില് പറഞ്ഞതല്ലേ, ക്യാമറമാനെ പറഞ്ഞയച്ചതാ ഈ ഷോട്ടൊക്കെ എടുത്തിട്ട് വന്നു. ചുരുളിക്ക് വിമർശനങ്ങൾ അങ്ങനെ വന്ന് സ്റ്റാറ്റിക് ഷോട്ടുകളൊക്കെ ക്യാമറമാൻ ചായ അടിച്ചിട്ട് അതാണ്. അല്ല അതിന് അത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതായത് ഇതില് ഡീറ്റെയിൽസ് ഉണ്ടല്ലോ. ഇപ്പം വാലിബനിൽ വരാണെങ്കിൽ ഒരു മണൽക്കാറ്റ് അടിക്കുന്ന സീനുണ്ട്. മണൽക്കാറ്റ് അടിക്കുന്ന സീനിൽ ദൂരെ ബ്ലറായിട്ട്, അതായത് പെർസെന്റേജ് കണക്ക് പറയുകയാണെങ്കിൽ ഫ്രണ്ടിലുള്ള സാധനത്തിനെക്കാളും 0.1% കാണിക്കുന്നുള്ളൂ അവിടെ.
ഒരു ബ്ലറായിട്ട് ദൂരെ ഇയാളെ വണ്ടി അത് ബ്ലർ ആക്കിയതാണോ? അത് ബ്ലർ പോസ്റ്റിലും ചെയ്യാൻ വേണ്ടി പറ്റും, ആദ്യം ചെയ്യാൻ വേണ്ടി പറ്റും. ആദ്യം ചെയ്തതാണോ? എഡിറ്റിങ്ങിൽ കൊണ്ടുവന്നായിട്ടാണ് തോന്നുന്നത്. എനിക്കും അതാ തോന്നുന്നത്. പക്ഷെ അത് അഥവാ അയാള് ഷൂട്ട് ചെയ്യുന്ന ടൈം ചെയ്താണെങ്കിൽ കഷ്ടപ്പെട്ടിട്ട് ചെയ്താണെങ്കിൽ അതല്ല കണ്ണൂർ സ്കോട്ടിലെ ഒരു ചെറിയ സോങ്ങിലുള്ള ഷോട്ട് പറയാൻ പറ്റില്ല. ലിജോ അതിനും മുദ്ര എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളിവിടെ DOP ചെയ്തുണ്ടല്ലോ, ഇത് ക്യാമറ ചെയ്യും. അപ്പൊ ഇതിന്റെ അടുത്ത് നമ്മളെ ക്യാമ്പയിൻ ചെയ്യണ സമയത്ത് ഇത് 4-5 ലൈറ്റ് ഒക്കെ വെച്ച് റിഫ്ലക്ട് ഒക്കെ ചെയ്ത് എന്തൊക്കെയോ ചെയ്ത് റിം ലൈറ്റ് ബാക്ക് 4 ലൈറ്റ് ഒക്കെ വെച്ചിട്ട് ഇവരൊക്കെ വിഷ്വൽ കാണിച്ചെന്ന്. അപ്പം വേഗം ഒരാൾ വന്നിട്ട് അടിപൊളി ക്യാമറ അല്ലേ, അതായത് ക്യാമറയുടെ ക്വാളിറ്റി അടിപൊളിയാന്ന് പറയുന്നത്. അവിടെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന അവരുടെ സ്കില്ലിനല്ല. ഈ ഇയാളില്ലേ ക്രിസ്റ്റഫർ നോളൻ ഇല്ലേ, ക്രിസ്റ്റഫർ നോളൻ ഒരു പടം ചെയ്യുമ്പോൾ നമുക്കറിയാം, പടം കണ്ടറിയാം അയാൾ അതിന്റെ വെഹിക്കിൾ എത്രത്തോളം റിസർച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഇയാള് ടെനറ്റ് ചെയ്ത ടൈമിലാണെങ്കിലും ഇൻട്രസ്റ്റെല്ലാർ ചെയ്ത ടൈമിൽ ഇയാൾ ഇതിനെപ്പറ്റി ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്. ഫിസിക്സ് സയന്റിസ്റ്റുകളുടെ കൂടെ ഇയാൾ വർക്ക് ചെയ്തിട്ടുണ്ട്, സയന്റിസ്റ്റുകളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അയാളെ നെക്സ്റ്റ് റൂമർ വന്നത് അയാളൊരു ഹൊറർ ഫിലിം എടുക്കാൻ പോകാനുള്ളത്, അയാൾ എക്സോസിസം ഒക്കെ ചെയ്യാൻ വന്നിട്ടുണ്ട്. അയാൾ ഗോസ്റ്റുകളെ വിളിച്ച് വരുത്തി. അപ്പോ എഫേർട്ട് ഇടുന്ന ആൾക്കാർക്ക് ഇഷ്ടം പോലെ പിന്നെ മെത്തേഡ് ആക്ടിങ് ചെയ്യുന്ന ആൾക്കാര് ഉണ്ട്. മെത്തേഡ് ആക്ടിങ് ചെയ്യുന്നത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെയൊക്കെയാണ് മെത്തേഡ് ആക്ടിങ്. ഒരു സാധനം ഉണ്ടായിരുന്നു, പ്രൊമോഷൻ. വീഡിയോ പ്രൊമോഷൻ വീഡിയോ കണ്ടിട്ടില്ലേ റീല്? എന്റെ മോനെ അത് കണ്ടപ്പോ തന്നെ ഓ ക്യാരക്ടർ കമന്റ് വായിച്ചാൽ അത് ക്യാരക്ടറിന് ഇറങ്ങിയിട്ടില്ലല്ലോ എന്നുള്ള പറഞ്ഞിട്ട് എല്ലാരും പോയി കാണാന്ന് പറഞ്ഞു. എല്ലാരും പോയി കാണാതെ പേടിപ്പിച്ചിട്ടതാ. വാലിബൻ തിയേറ്ററിൽ നിന്ന് മിസ്സായി, ബ്രഹ്മയുഗം തിയേറ്ററിൽ നിന്ന് മിസ്സാക്കാതിരിക്കുക, മണ്ടത്തരം കാണിക്കാതിരിക്കുക. എന്താ പറയാ ചേഞ്ച്, എന്താണ് നമ്മളെ പെർസ്പെക്റ്റീവ് ചേഞ്ച് ആക്കിയിട്ട് പടം കണ്ടു വെക്കാം. അതെ, പടത്തിന് വേണ്ടി പെർസ്പെക്റ്റീവിൽ പോയി കാണാം. അതായത് ഞാൻ കൊമേഴ്ഷ്യൽ പടം കാണും, മാറി ചിന്തിച്ചു നോക്കാം. ആർട്ട് എൻജോയ് ചെയ്യാൻ പറ്റണം. ലൈക്ക് ഇപ്പോൾ മലയാളം സിനിമ അടിപൊളിയാന്ന് പറയുന്ന എല്ലാവരും പറയുന്നുണ്ട് മലയാള സിനിമ അടിപൊളിയാന്നുള്ളത്. അവർക്ക് പുറത്തത്തെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമ്മൾ കാണുന്ന മലയാള സിനിമ ഇങ്ങനെ ഇറങ്ങിയാൽ മതി, ഇങ്ങനത്തെ ടൈപ്പ് തന്നെ മതി എന്നുള്ള. പക്ഷെ അവിടെ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർ വാശി പിടിച്ചിട്ട് നമ്മൾ എക്സ്പെരിമെന്റിൽ ഇറക്കും, നമ്മൾ ഇത് ഇറക്കും എന്ന് വരുന്ന ആൾക്കാരുണ്ട്. നല്ല പടങ്ങൾ കാണാം. അപ്പോൾ നമ്മളെ ഒരു അനലൈസ് കഴിഞ്ഞിട്ടില്ല. എനിക്കിപ്പോ ചുള്ളിനെ പറ്റി പറയാനെങ്കിലും തീരൂല, കുറെ പടമുണ്ട്. ലിജോ 100% ബ്രില്യന്റ് ആണെന്ന് സമ്മതിച്ചതാണ്. കാലങ്ങൾ മുന്നേ ആൾക്കാർ സമ്മതിച്ചതാണ്. നമ്മളെ വക ഒരു ലിജോ ബ്രില്യന്റ് ആണെന്നുള്ളൊരു കൂടെ അപ്രിസിയേഷൻ കൊടുക്കാൻ ആരാ? അപ്രിസിയേറ്റ് നമുക്ക് ചെയ്യാലോ, എല്ലാരും അപ്രിസിയേറ്റ് ചെയ്യണം. രാഹുൽ സദാശിവൻ ഒരു ഹാറ്റ്സ് ഓഫ്. ഓ അടിപൊളി, ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അല്ല നമുക്ക് ശരിക്കും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് തന്നതിന് ഒരു ഹാറ്റ്സ് ഓഫ്. മമ്മൂട്ടിന്റെ പടം അന്വേഷിപ്പിൻ കണ്ടെത്തും നല്ല രീതിയിൽ ആർട്ട് ചെയ്ത ഒരു പടം. അല്ല ഈയിടെ ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് കാണണം. അല്ല നമ്മളിപ്പം സംസാരിക്കാനുള്ള 2 കാരണം എന്ന് പറയുന്നത് വാലിബനാണെങ്കിലും ബ്രഹ്മയുഗമാണെങ്കിലും നമ്മളിപ്പം അത് തീരുമാനിച്ചതിന് ഒരു ആർട്ടിസ്റ്റിക് ടച്ച് ഉള്ള പടം ആയതുകൊണ്ടാണ് നമ്മൾ സംസാരിച്ചത്. അല്ലാതെ നമ്മളൊരു മൂവി റിവ്യൂ എന്നുള്ള രീതിയിൽ ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ സംസാരിച്ചത്. മേ ബി അല്ല ഞാൻ നമ്മളതിനെ പറ്റി സംസാരിക്കും. അല്ല എനിക്ക് തോന്നുന്നില്ലടാ, ആൾക്കാർക്ക് ഈ മ്യൂസിക് എൻജോയ് ചെയ്യണം എന്ന് ഇത് ഇപ്പൊ വിചാരിക്കണ്ട. ഓക്കെ, വാലിബൻ കാണാൻ നിൽക്കാം, ഒരു മാസ സാധനം വരാനുണ്ട് ആ സാധനം ഉള്ളിൽ വെച്ചിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. ഇപ്പോൾ ഉള്ള മ്യൂസിക് അടിപൊളിയാലോ, അങ്ങനെ ഇരുന്ന് കണ്ടാണെങ്കിൽ ചിലപ്പോ അത് എല്ലാവരും എൻജോയ് ചെയ്യായിരിക്കും. അങ്ങനെ എൻജോയ് ചെയ്യായിരിക്കും. ഇപ്പോൾ ഇത് ഈ ബ്രഹ്മയുഗത്തില് ആദ്യം പാട്ട് പാടുന്നുണ്ടല്ലോ, എൻ്റെ മൈൻഡിൽ ഇതൊരു ക്ലീശേ സാധനം ആവുമോ? ലൈക്ക് ഓക്കെ പാട്ട് ഇങ്ങനെ ഒരു സാധനം, പക്ഷെ ഞാൻ അപ്പൊ തന്നെ ആ പാട്ട് ഭയങ്കര എൻജോയ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈ പാട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്, ഭയങ്കര എൻജോയ് ചെയ്യാൻ തുടങ്ങി. കോമിക് ബുക്കിന്റെ കഥ പറഞ്ഞ പോലെ തന്നെ കോമിക് ബുക്കിൽ യൂസ് ചെയ്യുന്ന ടേംസ് ആണ് പഴയ സിസ്റ്റമാണ്. ഒരു പാണെന്ന് പറയുന്ന ആൾക്കാർ പാട്ട് പാടാനുള്ള ആൾക്കാരാണ്. പാട്ട് കറക്റ്റ് നമ്മൾ കേൾപ്പിച്ചത് എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ ജന്മിമാരല്ല തമ്പുരാക്കന്മാര്
മനയിലുള്ള കാരണവന്മാര് പാടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അത് അന്ന് വേറെ എന്റർടൈൻമെന്റ് ഇല്ല, പാട്ടാണ് എന്റർടൈൻമെന്റ് ആയിട്ടുള്ളത്. പാട്ട് പാടാൻ നിന്ന ആൾക്കാർ വരും. അതായത് ഒരു കൊട്ടാരത്തിലൊരു തമാശ പറയാൻ ഒരു വിദൂഷകൻ ഉണ്ട് എന്ന് പറയുന്നവർ തന്നെ ഒരു മനയില് ഒരു ഇല്ലത്ത് അല്ല നാട്ടില് തമ്പുരാക്കന്മാർ പാട്ട് മറ്റേ തുടി പാട്ട് പാടി എന്നുള്ള പരിപാടി. ഇത് ശരിക്കും ഉള്ള കഥയാണ്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിന്റെ കഥകളിൽപ്പെട്ട ക്യാരക്ടേഴ്സ് ആണ് ഈ പറയുന്നത്. പേര് മാറ്റിയതുണ്ടായിരുന്നു, കൊടുമൺ പോറ്റി, കുഞ്ചമൺ പോറ്റി റിയൽ ആയിട്ടുള്ള പോറ്റിയുള്ള പേരെന്തുണ്ടോ മറ്റേ ക്യാരക്ടറായിട്ട്, അതായത് ഓൾറെഡി വന്ന എസ്റ്റാബ്ലിഷ് ആയ ഒരു കഥയിൽ നിന്ന് ആ ക്യാരക്ടറിനെ എടുക്കുന്നോണ്ടായിരിക്കും മേ ബി. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറുപ്പ് പടം ഇറങ്ങിയിട്ടില്ലേ, അപ്പൊ അതിന്റെ അകത്ത് സുകുമാരക്കുറുപ്പിനായാലും വേറെ ഒന്നായിട്ടാണ് പറയുന്നത്. എനിക്ക് സുകുമാരക്കുറുപ്പിന്റെ ഡോക്യുമെന്ററി കേട്ടിട്ടാണ് ഇഷ്ടമായത്. ഭയങ്കര പടം കണ്ടപ്പോ എന്തോ ഒരു ഫാൻസി ആയോ എന്നൊരു സംശയം. അല്ല എല്ലാരും അക്സെപ്റ്റ് ചെയ്ത കാര്യമാണ്, ഫാക്ട് അല്ല. കുറുപ്പില് പറയുന്നൊന്നും ഫാക്ട് അല്ല, ഫാൻസി ആയിട്ട് എടുത്ത പടമാണ്. ഈ പറഞ്ഞ പോലെ ആർട്ടാണെങ്കിലും പക്ഷേ അല്ല, കുറുപ്പിന്റെ റിയൽ സ്റ്റോറി കാണാൻ അടിപൊളിയാ, ബൊമ്മൻ സാധനം. അടിപൊളി മീൻസ് അങ്ങനെയല്ല, നമ്മൾ ആ കഥ ഇങ്ങനെ കൊണ്ടുപോകും. വീരപ്പന്റെ മറ്റേ വീരപ്പൻ ആക്ച്വലി രോമാഞ്ചാണ്, പക്ഷെ ആളൊരു ക്രൈം ചെയ്ത ഒരാളാണ്. പക്ഷെ ഒരു ടൈപ്പ് പ്രായങ്ങളും ടൈപ്പൊക്കെ ക്രൈം ചെയ്താലും അത് മറ്റേ പോലീസിന്റെ റൗഡിയാണെങ്കിൽ ജനങ്ങളെ മനസ്സിൽ രാജാവ് എന്ന് പറയുന്ന സിസ്റ്റം നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയിട്ടുണ്ട്, ഡോക്യുമെന്ററി ഇറങ്ങിയിട്ടുണ്ട്. സെയിം ടൈം ഞാനത് കണ്ട്, സെയിം ടൈം അതിന്റെ വേറെ രീതിയിൽ കുറച്ചിട്ട് റിയലിസ്റ്റിക് ആയിട്ട് സീലായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ അടിപൊളിയാണ്. കാരണം അത് മൂവി അല്ല, ഡോക്യുമെന്ററി തന്നെ. അതിന്റെ ഫോട്ടോഗ്രാഫറിന്റെ പെർസ്പെക്റ്റീവിൽ അത് പോകുന്നു. അടിപൊളിയായിട്ട് പറയണ ഒരു രീതി പറയണ ഒരു സാധനമാണ്. ജസ്റ്റ് പറഞ്ഞോളൂ, ടിപ്പ് വലിയ ടിപ്പ് എന്നൊക്കെ പറഞ്ഞു. ടിപ്പാണ് ടിപ്പ്. പടം കാണാം. ഞാൻ വല്ല അത്ര പടമൊന്നും കണ്ടിട്ട ഷാമില്ല, എത്ര സഫാൻ്റെ കുറച്ച് പടങ്ങളൊന്നും കാണുന്ന ആൾക്കാരല്ല. അങ്ങനല്ല, നമ്മള് തോട്ട്സാ പറഞ്ഞത്, നമ്മള് എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളൊരു പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞ അത്രേ ഉള്ളൂ. ഇത് ഇങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടതെന്നല്ല.